നമസ്കാരം. എൻ്റെ പേര് പവിത്രൻ. പുതിയ വീട്ടിൽ എളയാവൂരാണ് എൻ്റെ സ്വദേശം. എളയാവൂർ സൗത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം പല ആൾക്കാരും പലതരത്തിലും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ 14 ആസനങ്ങളടങ്ങിയ സൂര്യ നമസ്കാരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അതിൽ പ്രണാമാസനം, അർദ്ധചന്ദ്രാസനം, പാദവസ്ഥാസനം, അശ്വസഞ്ചലനാസനം, ദണ്ഡാസനം, അഷ്ടാംഗ പ്രണിതാസനത്തിന് മുമ്പേ ശശാസനം, അഷ്ടാംഗ പ്രണിതാസനം, അതിനുശേഷം ഭുജംഗാസനം, പർവ്വതാസനം, പിന്നെയും ഞാൻ അവിടെ ശശാസനം പഠിപ്പിക്കുന്നുണ്ട്. ഈ ശശാസനം പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശശാസനം മുയലിൻ്റെ മാതിരി ഒതുങ്ങി നിന്ന് ശരീരത്തിന് ആക്രമിക്കാൻ വരുന്ന ഒരു ഒന്നിനോട് വളരെയധികം ശാന്തതയോടുകൂടി ഒതുങ്ങി നിൽക്കുന്ന ഒരു മുയലിൻ്റെ ആ രൂപത്തിനാണ് ശശാസനം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഇവിടെ പല ആൾക്കാരും ശശാങ്കാസനം എന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. ശശാങ്കാസനം ശരിക്കും മൂർത്തി നമ്മളെ കാലിൻ്റെ മുട്ടിൻ്റെ അടുക്ക് നെറ്റി കൊണ്ടുവന്ന് മുട്ടിച്ചിട്ട് ചന്തിഭാഗം മേൽപോട്ട് ഉയർത്തി നിൽക്കുന്നതിനെയാണ് ശശാങ്കാസനം എന്ന് പറയുന്നത്. ഈ ശശാസനം എന്ന് പറയുന്നത് മുയലിൻ്റെ രൂപത്തിൽ പതുങ്ങി നിൽക്കുകയും തന്നെ ആക്രമിക്കാൻ വരുന്ന ജന്തുക്കളോട് അതിനെ ഞാൻ അത്രയും ഒതുങ്ങി നിന്ന് ഇത് ചെയ്യുന്നതിനെയാണ് ശശാസനം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് പലതരത്തിലുള്ള ഗുണങ്ങളും നമ്മളെ ആൾക്കാർക്ക് നേടിയെടുക്കാൻ കഴിയും. ഒന്ന് ഷുഗർ, BP, അതേപോലെ തന്നെ കൊളസ്ട്രോള്, അതേപോലെ തന്നെ ഈ നട്ടലിൻ്റെ ഭാഗം ഈ ശശാസനം ചെയ്യുന്നത് കൊണ്ട് ഒതുങ്ങി നിൽക്കുകയും ഒതുങ്ങി നിന്ന് ആ ഭാഗങ്ങളെ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് കഴിയുകയും ചെയ്യും. ആ ഇരുന്ന് തിരിച്ച് വന്ന് ഇരിക്കുന്നത് അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അതേപോലത്തിലേക്ക് ഞാൻ പോകാം. പ്രണാമാസൻ, അർദ്ധചന്ദ്രാസൻ, പാദഹസ്താസൻ, അശ്വസഞ്ചലനാസനം, ദണ്ഡാസനം, ശശാസനം, അഷ്ടാംഗ പ്രണിതാസനം, ഭുജംഗാസനം, പർവ്വതാസനം. വീണ്ടും ശശാസനം അവിടെ ഞാൻ ചെയ്യുന്നത്. തിരിച്ചു വരുമ്പോൾ അശ്വസഞ്ചലനാസനം, പാദഹസ്താസനം, തിരിച്ച് അർദ്ധചന്ദ്രാസനം, പ്രണാമാസനം. ഇതാണ് 14 സംഗതികൾ അടങ്ങിയത്. ഇനി ഇടത് കാലിൽ ഞാൻ ഇപ്പം ചെയ്തത് വലത് കാലിലേക്ക് ഞാൻ ചെയ്യുന്നത്. പ്രണാമാസൻ, അർദ്ധചന്ദ്രാസൻ, പാദഹസ്താസൻ, ദണ്ഡാസനം, അശ്വസഞ്ചലനാണ്, ശശാസൻ, നേരെ അഷ്ടാംഗ പ്രണിതാസൻ, ഭുജംഗാസൻ, പർവ്വതാസൻ. വീണ്ടും ശശാസനം അവിടെ കൊടുക്കുന്നു. ഒതുങ്ങി നേരെ തിരിച്ച് ഓപ്പോസിറ്റ് കാല്, ഇടത് കാല് കയറ്റി വലത് കാല് വന്ന് പാദഹസ്താസനം, അർദ്ധചന്ദ്രാസനം, പ്രണാമാസനം.
1990-കളിൽ സ്വാമി മഠത്തിൽ വന്നൊരു സ്വാമിയാണ് എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ. ആ പഠിക്കുന്നത് തന്നെ ഒണ്ടയൻ റോഡ് എന്ന് പറയുന്ന ഒണ്ടയൻ ഹൗസിൽ വെച്ചിട്ടാണ് നമ്മൾ 3-4 ആള് ഈ സ്വാമിജി എടുക്കുന്നത് പഠിക്കുന്നത്. 3 മാസം ക്ലാസ് നടക്കുകയും അതോടുകൂടി നിങ്ങളെല്ലാവരെ ഫോട്ടോസും എടുക്കണം എന്ന് പറഞ്ഞ് അല്ലമർ സ്റ്റുഡിയോയിൽ വെച്ച് ഫോട്ടോ എടുക്കുകയും അടുത്ത ആഴ്ച നമുക്ക് സൂര്യ നമസ്കാരം തുടങ്ങാം എന്ന് സ്വാമിജി പറയുകയും ചെയ്തു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ യോഗ സെൻറ്ററിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ പിന്നെ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം ഒരു യോഗി ആയിരുന്നു. അദ്ദേഹം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ വലിയൊരു യോഗമാർഗത്തിൻ്റെ അതിൻ്റേതായ എല്ലാ ഒരു ഭണ്ഡാരം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും എല്ലാം തന്നെ. സമ്പത്തിനോട് കൂടുതൽ ആഗ്രഹിക്കാത്ത, പണത്തോട് ആഗ്രഹിക്കാത്ത, നമ്മളെല്ലാം തന്നെ വളരെ നല്ല നിലക്ക് പഠിപ്പിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നെ അത് അവരെവിടെ പോയി ഒരിക്കലും സ്ഥിരമായി നിൽക്കുന്ന ഒരാളല്ല അദ്ദേഹം പല വഴികളിലേക്ക് തിരിഞ്ഞു അതിൽ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവരെടുക്കുന്ന 3 മാസം കോഴ്സ് ചെയ്യുകയും അതിനുശേഷം ഞാൻ ചെറുക്കൽ കടലായി അമ്പലത്തിൻ്റെ പള്ളക്ക്, ചെറുക്കൽ ചെറേൻ്റെ പള്ളക്ക് യോഗ വ്യായാമ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോച്ചപ്പൻ ശ്രീധരൻ മാഷ് എൻ്റെ ഗുരുനാഥൻ, 2ാമത്തെ ഗുരുനാഥൻ അവരായിരുന്നു. അവിടെ ഒരു 15 കൊല്ലം ഞാൻ യോഗ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. 2000 മുതൽ ഞാൻ ആ യോഗ ക്ലാസ് എടുക്കാൻ തുടങ്ങി. വലിയ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല ഞാനിത് ഉപയോഗിച്ചതെന്ന്, എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേടാനും ആരോഗ്യം നേടിയെടുക്കാനും വേണ്ടുന്ന ഒരു യോഗ മാർഗത്തിലേക്കാണ് ഞാൻ അവരെല്ലാം തന്നെ ഇതുവരെയും പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ കൊല്ലം, പത്തനംതിട്ട, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. എൻ്റെ അടുക്കുന്ന പഠിച്ച എത്രയോ ആൾക്കാർ, ഉദ്യോഗസ്ഥന്മാരായിരിക്കും, അതേപോലെ തന്നെ തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ, എല്ലാവരും എന്നെ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് പഠിച്ച് പോയ ആൾക്കാരാണ് എന്നെ കൊല്ലത്തേക്കും പത്തനംതിട്ടക്കും വിളിച്ച് ഞാൻ യോഗ അഭ്യാസം അവരെ പഠിപ്പിച്ചത്. അവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലയിൽ കണ്ണൂർ എളയാവൂർ വില്ലേജ് ഓഫീസറായിരിക്കുന്ന ബിജു സാർ ഇന്ന് ഇടുക്കി ജില്ലയിലാണ് തഹസിൽദാരായിട്ട് ജോലി ചെയ്യുന്നത്. അദ്ദേഹം ഇന്ന് യോഗമാർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ PhD വരെ എൻ്റെ അടുക്കുന്ന പഠിച്ച എൻ്റെ അടുക്കുന്ന പഠിച്ച എത്രയോ ആൾക്കാർ ടീച്ചർമാരായിട്ടുണ്ട്. ഇതിൻ്റെ ഡിപ്ലോമ കോഴ്സ് എഴുതി ടീച്ചർമാരായിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ ഈ യോഗമാർഗത്തിലേക്ക് ഇന്നും ഞാൻ എൻ്റെ ജീവിതം തുടർന്നു പോകുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഇതിൽ പകുതി ഭാഗങ്ങളിലും ഞാൻ യോഗയും സംഗീതവും ഇതെല്ലാം ആയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം. സംഗീതത്തിന് ഞാൻ 1978-80 കാലഘട്ടത്തിൽ തലശ്ശേരി ബാലൻ ഭാഗത്ത് എടുക്കുന്ന ഞാൻ എൻ്റെ സംഗീതത്തിന് ആദ്യ പാഠം പഠിക്കുകയും അതോടൊപ്പം തന്നെ പ്രഭാകരൻ എന്ന് പറയുന്ന മാസ്റ്റർ എടുക്കുന്ന പിന്നെ ഞാൻ കുറേ ഭാഗമായി സംഗീത കലാക്ഷേത്ര അവിടെയെല്ലാം തന്നെ എൻ്റെ ഇതിൽ സംഗീതം പഠിക്കുകയും ഈ 2 കാര്യങ്ങളിലായിരുന്നു എനിക്ക് എൻ്റെ ഏറ്റവും കൂടുതലുള്ള താല്പര്യങ്ങൾ. താരമേ താരമേ നിന്നോടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ, അനുരാഗലഹരിയിൽ അലിയുമ്പോൾ കാണുന്ന കനക കിനാവുകളുണ്ടോ ഉണ്ടോ, താരമേ നിന്നോടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ, അനുരാഗലഹരിയിൽ അലിയുമ്പോൾ കാണുന്ന കനക
തങ്കക്കിനാവുകളുണ്ടോ ഉണ്ടോ താരമേ താരമേ നിന്നുടെ നാട്ടിലും തങ്കക്കിനാവുകളുണ്ടോ.